നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈക്രോവേവ് അവനുകളെ കുറിച്ചാണ്. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാന ടോപ്പിക്കുകൾ: ഒന്ന്, മൈക്രോവേവ് OTG ആൻഡ് എയർ ഫ്രയർ, ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്, ഇതിൽ ഏത് വാങ്ങിക്കണം, എന്തുകൊണ്ട്. മൂന്നാമതായി, 24 വർഷം പഴക്കമുള്ള ഒരു മൈക്രോവേവ് അവനെ കുറിച്ചുള്ള റിവ്യൂ. നാലാമതായി, മൈക്രോവേവ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും. അഞ്ചാമതായി, ഒരു പുതിയ മൈക്രോവേവ് അവൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആറാമതായി, പ്രധാന ബ്രാൻഡുകൾ, പ്രൈസ് റേഞ്ച്, പിന്നെ ഒരു മൈക്രോവേവ് ഓവൻ്റെ ലൈഫ് സ്പാൻ. ഏഴാമതായി, ഇതിൻ്റെ പ്രവർത്തന കാലാവധി പരമാവധി നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എട്ടാമതായി, മൈക്രോവേവ് അവൻ എന്ന സെക്ഷനിലെ മാർക്കറ്റ് ലീഡേഴ്സ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് തൊട്ട് തന്നെ തുടങ്ങാം. OTGയുടെ കാര്യമെടുക്കാം. അവൻ ടോസ്റ്റർ ഗ്രില്ലർ എന്ന OTG മെയിൻലി യൂസ് ചെയ്യുന്നത് ബേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. കേക്കുകളും കുക്കീസും ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ പിസ്സ, പബ്സ്, അങ്ങനെ പലതരം ബേക്ക് ചെയ്തെടുക്കുന്ന പലഹാരങ്ങളും ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OTG യൂസ് ചെയ്യുന്നത്. ബേക്കിങ്ങിൽ വിദഗ്ധരായ പല വീട്ടമ്മമാരും പണ്ടു മുതൽക്കേ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് OTG. ഇതിൽ നമുക്ക് ഫിഷോ ചിക്കനോ പനീർ, കബാബ്സ് എന്നീ സാധനങ്ങൾ ഗ്രിൽ ചെയ്തെടുക്കാനും പറ്റും. അതുകൊണ്ട് ബേക്കിങ്ങിൽ അതീവ താല്പര്യമുള്ളവർക്ക് ഒരു OTG ഉണ്ടാവുന്നത് നല്ലതാണ്. OTG അരങ്ങുവാണിരുന്ന സമയത്താണ് മൈക്രോവേവ് അവൻസ് മാർക്കറ്റിലെത്തുന്നത്. അതിൽ ആണെങ്കിൽ ഫാസ്റ്റ് കുക്കിംഗ് ആണ് നടക്കുന്നത്. നമ്മളൊരു സാധനം വെക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീഹീറ്റ് ചെയ്ത് കിട്ടും, വേവിച്ച് കിട്ടും. പിന്നീട് നമ്മൾ ഇത് പലതരം ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പവറും ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഡീഫ്രോസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ മൈക്രോവേവ് ഓവനിൽ പവർ കുറച്ച് വെച്ച് ആ ചെറിയ ചൂടിൽ അതിന്റെ തണുപ്പ് മാറ്റി നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കപ്പ് ചായയോ ഒരു പ്ലേറ്റ് ചോറോ എന്തോ ആവട്ടെ, നിങ്ങൾക്കത് റീഹീറ്റ് ചെയ്യണമെങ്കിൽ മൈക്രോവേവ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പാസ്ത കുക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, പഴം പുഴുങ്ങണമെങ്കിൽ അത് ചെയ്യാം. പിന്നീട് ഈ ചൂടാക്കുന്ന കാര്യങ്ങളിൽ മൈക്രോവേവിനുള്ള അത്രയും സ്പീഡോട് കൂടി OTGക്കോ എയർ ഫ്രയറിനോ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഒരു വ്യത്യാസം കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പപ്സ് ചൂടാക്കുകയാണെന്ന് നിൽക്കുക മൈക്രോവേവിൽ, പപ്സിന്റെ ഉൾഭാഗമായിരിക്കും പുറം ഭാഗത്തിനേക്കാൾ കൂടുതൽ ചൂടായിട്ടുണ്ടാകുക. അതേസമയം നമ്മൾ OTGയിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ പുറം ഭാഗമായിരിക്കും കൂടുതൽ ചൂടായിട്ടുണ്ടാവുക. ഉൾഭാഗത്തിന് അത്രയും ചൂട് ആവണമെങ്കിൽ കുറച്ചും കൂടി നേരം വെക്കണം. അപ്പൊ OTGയിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ടോ ചൂടാക്കുന്ന ഒരു സാധനം മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ വെറും 30 സെക്കൻഡ് മതിയാവും, നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു സാധനം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ. ഇനി എയർ ഫ്രയർ എന്താണ്? എയർ ഫ്രയറിൽ നടക്കുന്ന പ്രവർത്തനം ആക്ച്വലി OTGയിൽ നടക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ്. പിന്നീട് എന്തിനാണെന്ന് പിന്നെ നമ്മൾ ഒരു എയർ ഫ്രയർ സെപ്പറേറ്റ് വാങ്ങിക്കുന്നത്? ഇത് കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് ഈസിയാണ്, കുറച്ചും കൂടെ ഹാൻഡിയാണ്. അതായത് നമ്മളൊരു ഹാൻഡിൽ പോലെ ഒരു വലിയൊരു കപ്പിന്റെ അല്ലെങ്കിൽ ഒരു ട്രേയുടെ ഒരു ഹാൻഡിൽ പിടിച്ച് നമ്മളത് പുറത്തേക്ക് എടുക്കുന്നു, ആ ട്രേയുടെ ഉള്ളിൽ സാധനങ്ങൾ വെക്കുന്നു, തിരിച്ചു വെക്കുന്നു. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും വൃത്തിയാക്കാനായിട്ട് ഫുൾ അവൻ്റെ ഉള്ളിൽ വൃത്തിയാക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. മാത്രമല്ല, OTGയിൽ നമ്മൾ ഒരു സാധനം റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനോ വെക്കുന്നതിന് മുമ്പ് പ്രീഹീറ്റ് മോഡിൽ കുറച്ചു നേരം ഓൺ ആക്കിയിടേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്ഥലലാഭം, കുറച്ച് സമയലാഭം, പിന്നെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം. അതിൽ കൂടുതലായിട്ട് OTG ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ പ്രത്യേകതകളൊന്നും എയർ ഫ്രയറിനില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതിപ്പോ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയല്ലോ, ഇതില് ആ കാര്യങ്ങളും എനിക്ക് വേണം, ഈ കാര്യങ്ങളും എനിക്ക് വേണം, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഇപ്പൊ ഞാൻ വാങ്ങിക്കേണ്ടത്? ഇത് മൂന്നും വാങ്ങിച്ചിട്ട് കിച്ചണിൽ നിരത്തി വെക്കണോ? അത്രയും മൂന്നെണ്ണത്തിന് വേറെ വേറെ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് സ്ഥലവും അത്ര കളയണോ? എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എല്ലാതും കൂടി സംയോജിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് മൈക്രോവേവ് കൺവെക്ഷൻ അവൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട് അതിനെ കണക്കാക്കാം. അപ്പൊ എന്താണ് അതിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് മൈക്രോവേവ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബേസിക് ചില ഗുണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ, റീഹീറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വേവിച്ചെടുക്കുക, നിങ്ങൾക്ക് അതും നടക്കും.
പ്ലസ് OTGയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും. എയർ ഫ്രയർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി OTGയുടെ ഫങ്ഷനിങ് തന്നെയാണ് അതിലും നടത്തുന്നത്. കൂടുതൽ ഉപയോഗിക്കാൻ ഹാൻഡിയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാ പ്രവർത്തനങ്ങളും ഫങ്ഷനുകളും ഒരുമിച്ചുള്ള ഒരു ഉപകരണമായിരിക്കും നിങ്ങൾക്ക് മൈക്രോവേവ് കൺവെക്ഷൻ അവൻ എന്ന് പറയുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് 24 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവു ബ്രാൻഡിന്റെ ഒരു മൈക്രോവേവ് അവനാണ്. ഇതില് മൈക്രോവേവ് ഫങ്ഷനും ഉണ്ട്, കൺവെക്ഷനും ഉണ്ട്, കോമ്പിനേഷനും ഉണ്ട്, ഗ്രില്ലും ഉണ്ട്. അതായത് മൈക്രോവേവിന്റെ ആ ബേസിക് ഫങ്ഷൻ കൂടാതെ OTGയുടെ ഫങ്ഷനായ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഗ്രില്ലുണ്ട്, അതായത് നിങ്ങൾക്ക് ചിക്കൻ പീസുകളോ അല്ലെങ്കിൽ ഫിഷോ കബാബോ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു ഗ്രിൽ റാക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബേക്കിങ്ങിനുള്ള റാക്ക് ഉണ്ടാവും. ആ റാക്കിന്റെ മീതെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നിങ്ങൾക്കത് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തെടുക്കാം. ആ സൗകര്യങ്ങളുണ്ട്. കേക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിന് ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ റോട്ടിസറി സംവിധാനം മാത്രമില്ല. റോട്ടിസറി എന്ന് പറഞ്ഞാൽ ഒരു കമ്പിയിൽ മസാല ചേർത്ത് വെച്ച ചിക്കനോ അല്ലെങ്കിൽ മറ്റ് മാംസകഷ്ണങ്ങളോ ഒക്കെ അതിനുള്ളിലേക്ക് കോർത്തിട്ട് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു റോട്ടിസറിക്കുള്ള ആ കറങ്ങുന്ന കമ്പിയുടെ ആ ഒരു സംവിധാനം മാത്രം ഈ അവനിലില്ല. ഇത് 34 ലിറ്ററിന്റെ ആണ്. 34 ലിറ്ററിലുള്ള മൈക്രോവേവ് അവൻസ് ഇപ്പോൾ ഇവിടെ ഒന്നും ഇന്ത്യയിൽ ആക്ച്വലി അവൈലബിൾ അല്ല. 32 ലിറ്ററാണ് ഏറ്റവും വലിയ അളവിൽ വരുന്നത്. ഇതിന് 1500 വാട്ട്സിന്റെ പവർ ഉണ്ട്. പിന്നെ ഇതിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈക്രോവേവും കൺവെക്ഷനും അല്ലെങ്കിൽ കൺവെക്ഷനും ഗ്രില്ലും അല്ലെങ്കിൽ മൈക്രോവേവും ഗ്രില്ലും അങ്ങനെ 2 or 3 ഫങ്ഷൻസ് ഒരുമിച്ച് മൈക്രോവേവും കോമ്പിനേഷനും ഗ്രില്ലും കൂടിയും ഇതൊക്കെ കൂടി ഒരുമിച്ച് ഓൺ ചെയ്ത് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതും ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് 2300 വാട്ട്സ് വരെയാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് വാട്ടേജ് വരുന്നത്. ഞാൻ ഇതിന്റെ എല്ലാ ഫങ്ഷനുകളും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് പാല് തിളപ്പിക്കാനും ചോറുണ്ടാക്കാനും ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാനും മോരുകറി ഉണ്ടാക്കാൻ പോലും ഒരു മൺകലം തന്നെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് മോരുകറി പോലും ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ കേക്കുകളും പിസ്സ ബിസ്ക്കറ്റ്സ് ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനോ ഫിഷോ അങ്ങനെയൊക്കെ ഗ്രിൽ ചെയ്തിട്ടും അങ്ങനെ മാക്സിമം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും റീഹീറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അത് അവനെന്തെങ്കിലും കേടുള്ളത് കൊണ്ടല്ല, ആളുകളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടും ഭക്ഷണശൈലി കുറച്ചുകൂടെ ലളിതമായത് കൊണ്ടും കൂടിയാണ് ഇപ്പോൾ റീഹീറ്റിങ്ങിന് വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കൺവെക്ഷൻ കോമ്പിനേഷൻ ഗ്രില്ലോട് കൂടിയ മൈക്രോവേവ് അവനിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതും അതിന്റെ വിശദ വിവരങ്ങളും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിനി അടുത്തതായിട്ട് ഒരു പുതിയ മൈക്രോവേവ് അവൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് മൈക്രോവേവ് ഫംഗ്ഷൻ മാത്രമുള്ള, അതായത് റീഹീറ്റിംഗ് പിന്നെ വേവിക്കുക, ഈ 2 കാര്യങ്ങൾ മാത്രം നടത്തുന്ന സോളോ മൈക്രോവേവ് അവൻ വേണോ, അതോ കൺവെക്ഷൻ കോമ്പിനേഷൻ ഗ്രിൽ എന്നീ സൗകര്യങ്ങളോട് കൂടിയ ഒരു സമ്പൂർണ്ണ അവൻ വേണോ എന്ന് തീരുമാനിക്കുക. നിങ്ങളൊരു ബാച്ചിലറോ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ദമ്പതികളോ ആണെങ്കിൽ ഒരു സോളോ മൈക്രോവേവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും. അതേസമയം നിങ്ങൾ വളരെയധികം ബേക്കിങ്ങിലും ഗ്രില്ലിങ്ങിലും എയർ ഫ്രൈയിങ്ങിലും ഡയറ്റിലും ഒക്കെ വളരെയധികം കോൺഷ്യസ് ആയ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായ ഒരു നല്ല കുക്കാണ്, പല വിധത്തിലുള്ള കുക്കിംഗ് പരീക്ഷിച്ച് നോക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും കൺവെക്ഷൻ കോമ്പിനേഷൻ ഗ്രില്ലോട് കൂടിയ മൈക്രോവേവ് അവന് പോകുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന് ബിൽറ്റ് ഇൻ മോഡലുകളാണ്. നിങ്ങളുടെ മോഡുലാർ കിച്ചന്റെ ക്യാബിനറ്റിലെ സ്ലോട്ടിൽ ഫിക്സ്ഡ് ആയി വെക്കാനുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബിൽറ്റ് ഇൻ വേരിയേഷന് വേണ്ടി പോകാവുന്നതാണ്. ഇനി രണ്ടാമതായി ഇതിന്റെ സൈസാണ്. സോളോ മൈക്രോവേവ് അവൻസ് ആണെങ്കിൽ 20 തൊട്ട് 30 ലിറ്റർ വരെയുള്ള അളവുകളിലാണ് കിട്ടുക. നിങ്ങൾക്ക് വലിയ പാത്രങ്ങളൊക്കെയാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ അളവിലുള്ള ഒരു മൈക്രോവേവ് വേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ പാത്രം അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. കയറി കഴിഞ്ഞാൽ അത് തിരിയും വേണം. അപ്പൊ അതിന്റെ വശങ്ങളിൽ മുട്ടാതെ ഇരിക്കണം. ഒരു 28 ലിറ്ററിന്റെ അവനാണെങ്കിൽ ഒരു 12 ഇഞ്ചിന്റെ പിസ്സ നിങ്ങൾക്ക് അതിൽ വെക്കാം. ഒരു 30 ലിറ്ററിന്റെ അവനാണെങ്കിൽ ഒരു 13 ഇഞ്ചിന്റെ പിസ്സയും. ഇത് കൺവെക്ഷനോട് കൂടിയ മൈക്രോവേവ്സ് ആണെങ്കിൽ 32 ലിറ്റർ വരെ അവൈലബിൾ ആണ്. ഇന്ത്യൻ കുക്കിങ്ങിന് ചേരുന്ന 20 പ്രോഗ്രാമുകളുണ്ട്, 50 പ്രോഗ്രാമുകളുണ്ട് എന്നൊക്കെ പറയുന്ന പരസ്യവാചകങ്ങൾ
ഒരിക്കലും ഒരു അവൻ വാങ്ങിക്കുമ്പോൾ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആക്കേണ്ട കാര്യമില്ല. അതേസമയം ഡീഫ്രോസ്റ്റ്, എയർ ഫ്രൈ, ടോസ്റ്റ്, ഫെർമെന്റ്, റോട്ടിസറി, ഓട്ടോ ക്ലീൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെതായ ബട്ടൺസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. റോട്ടിസറി എല്ലാ ബ്രാൻഡുകളിലും ലഭ്യമല്ല. ലഭ്യമായ ബ്രാൻഡുകളും അവയുടെ മോഡൽ വിവരങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഫെർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇഡ്ഡലി ദോശ മാവോ അല്ലെങ്കിൽ ഈ തൈരാക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലോ ഇതൊക്കെ തണുപ്പ് വല്ലാതെ കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ മെല്ലെ മാത്രമേ ഇതിന്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ. അതേസമയം ഇങ്ങനെ ഒരു ഫെർമെന്റിന്റെ ബട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടൈമും പവറൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൺ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഫെർമെന്റ് ആവാൻ വേണ്ടി സഹായിക്കും. ഫെർമെന്റേഷൻ സൗകര്യമുള്ള ചില ബ്രാൻഡുകളും ചില മോഡലുകളും ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ ക്ലീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീം നിറച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റീം ക്ലീൻ എന്നും കൂടെ ഇതിനെ പറയും, സ്റ്റീം നിറച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് വൃത്തിയാക്കാനായിട്ട് എളുപ്പമായിരിക്കും അവൻ്റെ ഉള്ളിൽ. പക്ഷെ ഇത് ഇപ്പൊ അതിന്റെ ബട്ടൺ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ഗ്ലാസ് ബൗളിൽ വെള്ളമെടുത്ത് അതിലൊരു നാരങ്ങ മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുകയോ ചെയ്തിട്ട് ഇതേപോലെ ബോയിൽ ആവുന്ന അത്രയും ടൈമിൽ അതേ പവറിൽ വെക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബോയിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവൻ്റെ ഉള്ളിൽ സ്റ്റീം വന്ന് നിറയും, നിങ്ങൾക്ക് വൃത്തിയാക്കാനും പറ്റും. പിന്നെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമും പവറും പ്രത്യേകിച്ച് സെറ്റ് ചെയ്യേണ്ട, ഓട്ടോ ക്ലീൻ എന്നുള്ള ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി. എങ്കിൽ പോലും അതിൽ വെക്കേണ്ട ആ ബോളും വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തനിയെ ചെയ്യേണ്ടതാണ്. പല കമ്പനികളും ബേക്കിംഗ് റാക്ക് ഒപ്പം നൽകുന്നുണ്ട്. IFB മാത്രമാണ് ഒരു സ്റ്റാർട്ടിംഗ് കിറ്റ് ഒപ്പം നൽകുന്നത്. ഇതിനുള്ളിൽ വെക്കുന്ന സാധനങ്ങളെ തിരിയാൻ സഹായിക്കുന്ന ആ ഗ്ലാസ് പ്ലേറ്റിനെ ടേൺ ടേബിൾ എന്നാണ് പറയുക. അടുത്തതായി ഇതിന്റെ ഇന്നർ വാൾസ് സെറാമിക്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ പെട്ടെന്ന് ചൂടാവും, കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണ്. എന്നാൽ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വൃത്തിയാക്കാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. സെറാമിക് ആണെങ്കിൽ തുരുമ്പിക്കും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല, വൃത്തിയാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. എന്തായാലും സാംസങ്ങിന്റെ ഒരേ ഒരു മോഡലിൽ മാത്രമാണ്, സാംസങ് ബ്രാൻഡിൽ മാത്രമാണ് സെറാമിക് ഇന്നർ വാൾസ് വരുന്നത്. ബാക്കി എല്ലാറ്റിലും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വാട്ടേജ് ഔട്ട്പുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോദ്രേജിന്റെ 33 ലിറ്ററിന്റെ മോഡൽ ഒഴികെ ബാക്കി എല്ലാറ്റിലും 900 വാട്ട്സ് ആണ്. ഇതിൽ LG ബ്രാൻഡിന്റെ ചില മോഡലുകൾക്ക് മാത്രമാണ് സ്മാർട്ട് ഹോം ആപ്പ് കണക്ടിവിറ്റി ഉള്ളത്. ഇനി പ്രധാന ബ്രാൻഡുകളും ഏതൊക്കെ മോഡലുകളും ഉണ്ടെന്നും അതിലെ പ്രൈസ് റേഞ്ച് എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ബ്രാൻഡുകൾ പ്രധാനമായി IFB, LG, സാംസങ്, ഗോദ്രേജ്, പാനസോണിക്, ബജാജ്, വേൾപൂൾ, ഹെയർ, ഐബെൽ, PGN, വോൾട്ടാസ്, ബേക്കോ, മോർച്ചി റിച്ചാർഡ്സ്, ഫേബർ എന്നിവയാണ്. ഇതെല്ലാം ഫ്രീ സ്റ്റാൻഡിംഗ് അവനുകളാണ്. അതേസമയം നിങ്ങൾക്കൊരു ബിൽറ്റിൻ അവനാണ് വേണ്ടതെങ്കിൽ, ബിൽറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കിച്ചൺ ക്യാബിനറ്റിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ പ്രത്യേക മോഡലുകളിൽ 4 വശത്തും ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവുകയില്ല. അത്തരം മോഡലുകൾ പ്രധാനമായും ഇറക്കുന്നത് ഫേബർ, ക്രോംപ്ടൺ, ബോഷ്, ഹാഫെൽ, ഹിൻഡ്വെയർ, ഇലക്ട്രോളക്സ്, എലിക്ക, ഗ്ലെൻ എന്നീ ബ്രാൻഡുകളാണ്. ഫ്രീ സ്റ്റാൻഡിംഗ് മോഡലുകളിൽ, അതായത് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സ്ഥാനമാറ്റം ചെയ്ത് വെക്കാവുന്ന മോഡലുകളിൽ സോളോ മൈക്രോവേവ് മോഡലുകൾക്ക് 19 ലിറ്റർ തൊട്ട് 28 ലിറ്റർ വരെയുള്ള മോഡലുകളുടെ വില വരുന്നത് 5000 രൂപ തൊട്ട് 10000 രൂപയ്ക്കുള്ളിലാണ്. എന്നാൽ മൈക്രോവേവ് വിത്ത് കൺവെക്ഷൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഗ്രിൽ മോഡലുകൾ വരുമ്പോൾ 25 തൊട്ട് 30 ലിറ്റർ വരെയുള്ള മോഡലുകൾ 10000 തൊട്ട് 20000 രൂപ വരെയും, അതുപോലെ 30 മീതോട്ട് കപ്പാസിറ്റി ഉള്ള അവനുകൾക്ക് 17000 തൊട്ട് 25000 രൂപ വരെയും വിലയുണ്ട്. ഇനി ബിൽറ്റിൻ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് 25000 തൊട്ട് 56000 രൂപ വരെയാണ് വിലയുടെ റേഞ്ച്. മൈക്രോവേവ് അവനുകളുടെ പ്രവർത്തന കാലാവധി 10 വർഷം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ 24 വർഷമായി ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ആദ്യത്തെ റിപ്പയറിംഗ് വന്നത് 18ാമത്തെ വർഷമായിരുന്നു. വലിയ വോൾട്ടേജ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, മിന്നലിന്റെയോ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും 10 വർഷത്തിൽ കൂടുതൽ സുഗമമായി ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി കമ്പനി പറയുന്ന ചില ബേസിക് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. ഫോർ എക്സാമ്പിൾ,
മൈക്രോവേവ് സേഫ് ആയ പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ അവൻ മൈക്രോവേവ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസ്, സെറാമിക്, ഗുഡ് പ്ലാസ്റ്റിക് തുടങ്ങിയവ കൊണ്ടുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ മാത്രം ഉപയോഗിക്കുക. ഇനി അത് കൺവെക്ഷൻ മോഡിലാണെങ്കിൽ, അതായത് ബേക്കിങ്ങിന്റെ മോഡിലാണെങ്കിൽ അലുമിനിയം, കാസ്റ്റ് അയൺ അതുപോലുള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്യുക. ടേൺ ടേബിളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വീണാൽ അത് പുറത്തേക്കെടുത്ത് മറ്റ് പാത്രങ്ങൾ കഴുകുന്നത് പോലെ കഴുകി തുടച്ച് തിരിച്ചു വെക്കുക. അതുപോലെ അവന്റെ ഉള്ളിലും എപ്പോഴെങ്കിലും അതിലെല്ലാം വൃത്തികേടാവുകയാണെങ്കിൽ അപ്പോഴെല്ലാം അതൊരു സ്റ്റീം മോഡിലിട്ട് വൃത്തിയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇന്നർ വോൾസ് എല്ലാം വൃത്തിയാക്കണം. ഇനി അതിന്റെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺവെക്ഷനോ ഗ്രില്ലോ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ കൂളിംഗ് ഫാൻ കുറച്ചു നേരം വർക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. അതിനിടയിൽ പോയിട്ട് പവർ സ്വിച്ച് ഓഫ് ചെയ്യരുത്. മൈക്രോവേവ് മേഖലയിലെ മാർക്കറ്റ് ലീഡേഴ്സ് LG, സാംസങ്, IFB, ഗോദ്രേജ്, വേൾപൂൾ, പാനസോണിക് തുടങ്ങിയവയാണ്. നല്ലൊരു അവൻ സെലക്ട് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ. മറ്റൊരു പ്രൊഡക്റ്റുമായി വേറൊരു വീഡിയോയിൽ കാണാം.